ഓണത്തിരക്ക് പയ്യന്നൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ഓണക്കാലത്ത് പയ്യന്നൂരിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ താൽക്കാലികമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വിവിധ പോക്കറ്റ് റോഡുകളിൽ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ടും സെൻട്രൽ ബസാറിലെയും പെരുമ്പ ജംഗ്ഷനിലെയും ബസ് സ്റ്റാൻഡ് പരിസരത്തെയും കുരുക്കുകൾ പരമാവധി ഒഴിവാക്കാനുള്ള ചില വഴി തിരിച്ചുവിടലുകളും അടങ്ങുന്ന വിശദമായ മാപ്പ് യോഗം പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ പ്രകാരം തന്നെ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പൊതുജനങ്ങൾ നിയന്ത്രണങ്ങളുമായി പരമാവധി സഹകരിക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. അതുപോലെ നോ പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഓവർടേക്ക് ചെയ്യുന്നതുകൊണ്ടും ട്രാഫിക് നിയന്ത്രണം തെറ്റിക്കുന്നതും പോലീസ് കർശനമായി നിരീക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പാർക്കിങ്ങിനായി പറഞ്ഞിട്ടുള്ള ഏരിയയിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നും ഒന്നോ രണ്ടോ ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ പരമാവധി ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുമായി സഹകരിക്കണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. ഇതുമായി പുറത്തിറക്കിയ ട്രാഫിക് പരിഷ്കാര മാപ്പ് വടക്കൻ വാർത്തകൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇതിനകം പൊതുജനങ്ങളുടെ അറിവിലേക്കായി പുറത്തുവിട്ടിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക എന്നാൽ കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ.